അതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു, മഹല്ല ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും, ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും. കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ഇവിടെ വെച്ച് ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുക. സുഹൃത്തുക്കളെ, എന്നതുപോലെ 10 കൊല്ലം ദർസെടുത്തിയ മുദർരിസിനെ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടണമെന്ന് കാസർഗോഡ് സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികൾ പള്ളിക്ക് പ്രശ്നമുണ്ടാക്കുകയാണ്. അങ്ങനെയല്ലേ പള്ളിക്കൽ ബസാറിൽ ഫിത്ന നടന്നത്? അതിനുവേണ്ടിയുള്ള അടുത്ത ആഹ്വാനം പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ പരിശ്രമം പാഴ്വേലയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിങ്ങളെ തിരിച്ചറിവ്, അല്ലെ സുഹൃത്തുക്കളെ? നമ്മളോട് ഈ നിലപാട്. എന്നാൽ സമസ്ത പണ്ടേ പിണ്ടം വെച്ചൊരു കൗമുണ്ട്, അതാണ് മുജാഹിദും ജമാഅത്തും. അവരോടൊന്നിച്ചുള്ള ഏർപ്പാട് വേറെ. അവരോടൊന്നിച്ച് വെറുതെ മുക്കൂട്ട് മുന്നണി, സാമ്പാർ മുന്നണി, ഞങ്ങൾ വെറുതെ പറയല്ല, ഇവരെ നേതാവന്യാ പറയണേ. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായ പിളർപ്പ് കേരളത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ കോടതിയിൽ ആ ഏജൻസി കൊടുത്ത റിപ്പോർട്ട് കേരളത്തിൽ AP സുന്നികളാണ് വലിയ സംഘടന എന്ന. AP ഉസ്താദ് കൊടുത്ത റിപ്പോർട്ടല്ല, ഈ ഏജൻസി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. അത് കേട്ടപ്പോ ചെറുശ്ശേരി ഉസ്താദിന് ദേഷ്യം വന്നു. നമ്മൾ ഉസ്താദിനെ കുറ്റപ്പെടുത്തണ്ട, ജമാഅത്തെ ഇസ്ലാമി ചെറിയ സംഘടനയാണ് എന്ന് പറയുമ്പോ ചെറുശ്ശേരി ഉസ്താദിന് ദേഷ്യം വരാൻ പാടുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെടുന്നത് അതിനും കൂടിയാണ്. എന്നിട്ടിപ്പോ നമ്മളാകുന്ന വലിയ സുന്നിയെ ഓവർടേക്ക് ചെയ്യാൻ ഓൽക്ക് എന്ത് വേണം? അവര് നമ്മളേറ്റ് മുട്ടണം. അങ്ങനെ മുട്ടുമ്പോ സുഹൃത്തുക്കളെ, ഒറ്റക്ക് മുട്ടിയാ നടക്കൂല. അതിന് ആരെയൊക്കെ കൂടെ കിട്ടണം? അതിനെ മുജാഹിദിനെ കൂടെ കിട്ടണം, അതിന് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കിട്ടണം. അങ്ങനെ ഈ കൗമിനൊക്കെ പാടെ കൂടെ കിട്ടിയിട്ട് ചെറുശ്ശേരി ഉസ്താദ് നടത്തുന്ന ഒരു കലാപരിപാടി മാവൂർ റോട്ടിൽ എന്താണ് എന്ന് ഉസ്താദ് എന്നെ വിശദീകരിച്ചു. അരക്കൽ തങ്ങളെ കസാലിലിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് ജമാഅത്ത് ചെറിയ സംഘടന എന്ന് പറഞ്ഞതിന് ചൂടാകണോ? വഹാബിയാള് ചെറിയ സംഘടന എന്ന് പറഞ്ഞതിന് ദേഷ്യപ്പെടണോ? അതിന്റെ ആവശ്യമില്ലാന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. സമസ്ത കൂടിയാൽ തന്നെ സമസ്ത കൂടിയാൽ തന്നെ എന്നിട്ടാ പിന്നെ ഉസ്താദ് ആലോചിച്ചത് ഒക്കൂല, ജനറൽ ബോഡിയിൽ നേടൂല. അപ്പൊ ഉസ്താദ് പറഞ്ഞു മുജാഹിദും ജമാഅത്തും കൂടി ആവശ്യമാകുമ്പോ കൂട്ടാന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിരിക്കണു. ഓലും കൂടി കൂടിയാല് പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദും ജമാഅത്തുമായിട്ട് ഐക്യപ്പെടുന്നത് അർക്കമില്ല എന്ന് ശംസുൽ ഉലമ കണ്ണിയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചുള്ളൂ. ഇല്ല, അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് കിനാ കണ്ടിട്ടും കൂടിയില്ല. ഈ ചെറിയ സംഘടന എന്ന് പറഞ്ഞ ഇവരെല്ലാരും കൂടി കോഴിക്കോട്ടെങ്ങാനും ഒരുമിച്ചുകൂടി ആ കാരന്തൂർ ഭാഗത്തുകൾ പാത്തിയിൽ ഒഴിച്ചോ മാത്രമേ ഉള്ളൂ. ആരൊക്കെ കൂടണം? മുജാഹിദ് കൂടണം. എന്തിന്? ഞമ്മളെ പടിയടച്ച് പിണ്ടം വെക്കാൻ. ആരൊക്കെ കൂടണം? ജമാഅത്തേര് കൂടണം. എന്തിന്? ഞമ്മളെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചു വാങ്ങാൻ. ഉസ്താദേ, ഞാൻ നിങ്ങളെ ചെറുതാക്കൂല, ഞാൻ നിങ്ങളെ വ്യക്തിഹത്യ നടത്തൂല. കാരണോ, എന്റെ ഉസ്താദുമാർ എനിക്ക് അദബ് പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എന്റെ തൊള്ളക്ക് നീളല്ലായിട്ടല്ല. പക്ഷേ ഒരു കാര്യം ബഹുമാനത്തോടെ പറയട്ടെ, നിങ്ങൾ കിട്ടാവുന്ന മുജാഹിദിനും ജമാഅത്തിനും ഒക്കെ കൂട്ടിക്കോളി. കയ്യോങ്കി ഇബിലീസ് അടക്കം വന്നോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല. അതേ സമയത്ത് PVC കമ്പനി കേരളത്തിൽ ഇറക്കിയ മുഴുവൻ പൈപ്പും നിങ്ങൾ മാവൂർ റോട്ടിൽ എത്തിക്കുക. എന്നിട്ട് അത് മുഴുവനും നിങ്ങൾ മർക്കസിലേക്ക് തിരിച്ചു വെക്കുക. ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ വ്യവസ്ഥാപിതമായൊരു വിരൽ ചുണ്ടുകൊണ്ട് നിയന്ത്രിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും അനുയായികളെയും ഈ മുക്കൂട്ട് മുന്നണിക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ നോക്കിയില്ലേ പള്ളിക്കൽ ബസാറിൽ എന്തുണ്ടായി? പള്ളിക്കൽ ബസാറിൽ എന്തുണ്ടായി? എസ്കക്കാരാ, നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞു എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് കിയാമന്നാളല്ല, കോടതി പറഞ്ഞു വോട്ട് ചെയ്ത പെട്ടിയിൽ തൊടാൻ പാടില്ല 2 മാസത്തിന്, അല്ലേ? ഇവര് പിറ്റേന്ന് തന്നെ ആ ട്രൗസറിട്ട് ചാടാൻ നിൽക്ക. ജുമാക്കെ നടന്നില്ല, ഒന്നാണ് മുറിഞ്ഞു.
എന്നിട്ട് ഇവര് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ആവേശം കൊള്ളാണ്. ഇന്ന് ഉച്ചവരെ കോടതി തുറക്കണ്ടേ, അപ്പോഴല്ലേ നമുക്ക് ആക്കിയിക്കാൻ പറ്റുള്ളൂ. അതോടൊക്കെ ഒരു തുള്ളി രാവിലത്തെ ചായ മര്യാദക്ക് കുടിച്ചു. ഇന്ന് ആ മഹല്ലത്തിൽ 2 മരണം നടന്നിട്ടുണ്ട്. ആ 2 മരണത്തിന്റെയും അനന്തര കർമ്മങ്ങളുടെ കാർമ്മികത്വം വഹിച്ചത് അവിടെ നിലവിലുള്ള AP സുന്നികളുടെ കമ്മിറ്റിയാണ്. എസ്കക്കാരാ അറിയോ? എസ്കക്കാരന്റെ ബന്ധത്തിൽ മരിച്ച മയ്യത്തിന്റെ പോലും കൈകാര്യങ്ങൾ നടത്തിയത് AP സുന്നി കമ്മിറ്റിയാണ്. 2 മാസം കഴിച്ചിട്ട് യുദ്ധ കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഒരു ചുക്കും ചെയ്യ 1000 ചില്ലാനം വരുന്ന വോട്ടർമാർ 1000 ചില്ലാനം വരുന്ന വോട്ടർമാരിൽ ആകെ വോട്ട് ചെയ്തത് 500ന്റെ താഴെ. ആ 500ന്റെ താഴെ തന്നെ മുജാഹിദും ജമാഅത്തും കേടയിച്ചുകാണ്ട് ബാക്കി കിത്തിന വട്ടപൂജ്യം അല്ലേ? അപ്പോ നിങ്ങൾ ഏത് പൈപ്പും തിരിച്ചു വച്ചിട്ട് കാര്യമല്ല. അതിനുള്ള കുവ്വത്ത് ആലത്തിനില്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കണത് നല്ലതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത ഈ ഫിത്തിനക്ക് ചുട്ടുപിടിക്കരുത്. അങ്ങനെ നമ്മ പടിയടച്ചു പിണ്ടം വെക്കാൻ, നമ്മുടെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചു വാങ്ങാൻ സ്വന്തം കാലിന് കെൽപ്പിയില്ല എന്ന് മനസ്സിലാക്കിയ ചേളാരിക്കാർ സുഹൃത്തുക്കളെ, അവാന്തര കക്ഷികളെ കൂട്ടുപിടിക്കാൻ, വിധൈകളെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അറിയോങ്ങൾക്ക് പള്ളിക്കൽ ബസാറിലെ മഹല്ലിൽ അവിടെയുള്ള പൗരാണിക പിതാക്കൾ ആ മഹല്ലത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച വഹാബികളെയാണ് ഇവർ വോട്ടിന് വേണ്ടി വോട്ടവകാശം നൽകി കുടിയിരുത്തിയത്. അള്ളാഹു പൊറുക്കോ? അവിടെ പരിസരങ്ങളിലെ ഖബർസ്ഥാനിലെ സുന്നികളുടെ ആത്മാവ് പൊറുക്കോ? ആ ആത്മാവിന്റെ തിരിച്ചടിയാണ് നിങ്ങൾക്ക് കോടതിയിൽ നിൽക്കേണ്ടി വന്നത്. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾ മറന്നുപോകരുത്. എന്താണ് വിധൈകളുമായി ഒരു സുന്നി സംഘടന കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് മൂത്രിക്കാനാണെങ്കിലും ശരി, ബാത്റൂമിൽ പോകാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും വഹാബി മൗദൂദികളുമായി നമ്മൾ കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആദർശത്തെ പച്ചയായി കൊഞ്ഞനം കുത്തുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം തന്നെ തട്ടി ഇല്ലാതെയാക്കി, അല്ലേ? ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം തന്നെ ഇല്ലാതെയാക്കി. എന്തൊക്കെ നിങ്ങൾ ചെയ്തു? മഹാനായ ശംസുല്ലമ പഠിപ്പിച്ച ആശയങ്ങൾ, ആ ആശയത്തിൽ വരെ നിങ്ങൾ വെള്ളം ചേർത്തില്ലേ? ആ ആശയത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ അഖ്ലാഖിലെ പാഠപുസ്തകം തന്നെ അട്ടിമറിച്ചത്? നേരത്തെ ഞാൻ കാണിച്ച മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല എന്ന വാചകം ഇന്ന് അവരുടെ പാഠപുസ്തകത്തിൽ ഇല്ല. എങ്ങനെയാണ് ഇല്ലാതെ പോയത്? എന്തിനാണ് ഇല്ലാതെ പോയത് എന്ന് ഞാൻ പറയാം. ഞാൻ ഇത് പറയുമ്പോ 2-3 മറുപടികൾക്ക് പറയാണ്ട്. എന്താണ്? വഖഫ് ബോർഡിൽ നിങ്ങളെ സി ഉസ്താദ് കുത്തിരിക്കണില്ലേ? ഉണ്ട്. വഖഫ് ബോർഡിൽ മാത്രല്ല, കൊട്ടപ്പുറത്ത് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ കൂടെ കാന്തപുരം ഉസ്താദ് തന്നെ ഇരുന്നിക്കണേ. അത് ഇരിക്കും. അത് കെട്ടിപ്പിടിക്കാനല്ല, അത് കൈകാര്യം ചെയ്യാനാണ് ആദർശപരമായി, അല്ലേ? ഇവിടെ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നത് ആദർശപരമായി അവരുമായി മതപരമായി നമുക്ക് യോജിക്കാൻ പാടില്ലെന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ അഖ്ലാഖിലെ പാഠപുസ്തകം ഇവർ വെട്ടിമാറ്റി എന്ന് പറയുമ്പോ അതിനും അവർക്ക് മറുപടിയുണ്ട്. ആ മറുപടി കേൾപ്പിച്ചിട്ട് ഞാൻ അത് വിശദീകരിച്ചു തരാം. ഞാൻ പറയാം. ഇത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 4ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത അഖ്ലാഖാണ്. ഈ അഖ്ലാഖിലെ 2ാമത്തെ പാഠം ആദാബുസ്സലാം എന്ന പാഠം എടുത്ത് അദ്ദേഹം ഇവിടെ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. ഇല്ല, വല്ലാതെ പരാമർശിക്കലാണ്, നമ്മൾ പരിഹസിക്കലല്ല. എന്താ അദ്ദേഹം പരിഹസിച്ചതെന്ന് നിങ്ങള് പഴയ കാലത്ത് പാഠപുസ്തകത്തിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് സലാം പറയരുത് എന്നുണ്ടായിരുന്നത്. അങ്ങനെയാ ഉണ്ടായിനെ. ഇപ്പൊ അത് കാണാനില്ലാന്നാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എടുത്തു മാറ്റിയില്ലേ? അത് നിങ്ങൾ എടുത്തു മാറ്റിയിരിക്കണം. ഇത് കേൾക്കുമ്പോ വിചാരിച്ചേ എടുത്തു മാറ്റിയില്ലേ? അങ്ങനെ തന്നെയാ വിചാരിച്ചേണ്ടത്. അതിനല്ലപ്പോ ഞങ്ങൾ ഈ പറയണൊക്കെ. അപ്പൊ എന്നാ ഇനി മുജാഹിദിനോടും ജമാഅത്തിനോടും സലാം പറയണം എന്നേക്കാരം പുതിയ
എന്നാണ് കേട്ടവർക്ക് തോന്നുക. അല്ലല്ല, അങ്ങനെ തോന്നൂല. അതില്ലാന്നേ തോന്നിയിട്ടുള്ളൂ. സലാം പറയാമെന്ന് നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടില്ല. കാരണം ബുക്ക് പഠിപ്പിക്കണമെങ്കിൽ സുന്യാളെ പുടിയേരി വേണ്ടേ? ബുക്കിൽ അതുണ്ടാകുന്നെ മോലിയന്മാർക്ക് ചെലവിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടില്ല. സംസാരിച്ചു. പഴയ കാലത്തെ ബുക്കിൽ മുജാഹിദ് ജമാഅത്തുകളോട് സലാം പറയരുത് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണാല്ല. നിങ്ങളത് എടുത്തു മാറ്റിയില്ലേ? അപ്പൊ കേൾക്കണോര് വിചാരിച്ചു അതൊക്കെ എടുത്തു മാറ്റിപ്പോ ഓരോടൊക്കെ കോംപ്രമൈസ് ആകാവുന്ന ഇക്കാര്യത്തിലുണ്ടാകുക. എടുത്തു മാറ്റിക്കണെന്നാ കേൾക്കണോര് മനസ്സിലാക്കണ്ടേ. പിന്നെ കണ്ടിട്ട് നിങ്ങൾ കോംപ്രമൈസ് ആയിക്കണെന്നാ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത്. ആ സാധു പുതിയ ബുക്കിലുള്ളത് വായിച്ചില്ല. വായിച്ചിട്ട് കാര്യല്ല, നമ്മൾ ആയുസ് വെറുതെ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞതിന് മറുപടി ആ ബുക്കിലില്ല. കാറ്റ് കള്ളന്റെ പണിയെടുത്തു അയാൾ ഇവിടെ. അല്ല, സത്യസന്ധന്റെ പണിയെടുത്തു. കാരണം ഞങ്ങൾ സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരാ. എന്താ പുസ്തകത്തിലുള്ളത്? മുജാഹിദ് ജമാഅത്ത് എന്നില്ല. അതന്നെയാണ് ആ ബുക്കിലെ കഥ. ദർസ് 2 ആദാബു സലാം. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് സലാം പറയലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നിലവിലുള്ള അഭിവാദനമാണ് സലാം പറയൽ. പരസ്പര സ്നേഹമുള്ള ഉണ്ടാകുന്നതാണ് സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളി. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാകുന്നു. മുബ്തദിഅ, ഫാസിഖ് ഇവർക്ക് സലാം പറയരുത്. എവിടെ മുജാഹിദ് ജമാഅത്ത്? മുബ്തദിഇനും ഫാസിഖിനും സലാം പറയരുത് എന്ന് പുസ്തകത്തിലുണ്ട്. മുജാഹിദ് ജമാഅത്തിന് സലാം പറയാൻ പാടില്ല എന്ന് ബുക്കിലില്ല. ഇതാ നമ്മളെ മറുപടി ചോദ്യം. അയാളുടെ പ്രസംഗത്തിന്റെ ധ്വനി കേട്ടാൽ ഓരോ നമ്മളും ഒന്നിച്ചുള്ള സമയത്ത് ഇറക്കിയ ബുക്കില് മുജാഹിദിനോടും ജമാഅത്തിനോടും സലാം പറയരുതെന്നുണ്ടായിരുന്നു. ഇനി ഇപ്പൊ ഇല്ല. അതൊക്കെ എടുത്തു മാറ്റിയില്ലേ? സാധു അന്ന് മുജാഹിദ് ജമാഅത്ത് എന്നാ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് മുബ്തദിഅ എന്ന് പറയേണ്ടിടത്തേക്ക് ബിദ്അത്തിന്റെ കക്ഷികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പരമസാധു, അന്ന് മുജാഹിദും ജമാഅത്തും മാത്രം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളെ പമ്പര വിഡിത്തമാണ്. അന്ന് വെറും 2 വിധത്തൊന്നും അല്ലുള്ളത്. ഇത് കേരളത്തിലെ ആദ്യണ്ടായ വിധത്തൊന്ന് കള്ളത്തൊരീക്കത്താണ്. മനസ്സിലായോ? വഹാബിയാള് വരുന്നതിന്റെ മുമ്പ് ഇവിടെ കൊണ്ടോട്ടി ത്വരീക്കത്തുണ്ട്. പിഴച്ച ആശയക്കാരായിട്ട് ഇപ്പൊ തന്നെ 3 എണ്ണിയ ബെരലുകൾ തീർന്നാലും എണ്ണം തീരൂല. വിവരമുള്ള ആലിമീങ്ങളാണ്. ഒന്ന് പഠിപ്പിക്കണത് വിവരമുള്ള ആലിമീങ്ങളാ. അതന്നെയാ പ്രശ്നോ. പഠിക്കണത് വിവരമില്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് വിവരമില്ലാത്ത കുട്ടികൾക്ക് മുബ്തദി എന്ന് പറഞ്ഞാ പോരാ. അതുകൊണ്ടാ ശംസുൽ ഉലമ തേങ്ങ എന്നുള്ളത് ഉരുട്ടിയാണ് കാട്ടിക്കൊടുത്തത് മുജാഹിദ് ജമാഅത്ത്. കക്ഷികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് വിവരമുള്ള ആലിമീങ്ങളാണ്. പഠിക്കണത് വിവരമില്ലാത്ത കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, മക്കളെ മുബ്തദിഈനോട് സലാം പറയരുത് എന്ന് പറഞ്ഞാൽ അതിൽ മുജാഹിദ് പെടും, ജമാഅത്തെ ഇസ്ലാമി പെടും, ഖാദിയാനി പെടും, മൗദൂദിക്കാരൻ പെടും, ചേകനൂരുകാരൻ പെടും. അപ്പൊ മുബ്തദിഈ എന്ന് പറഞ്ഞാൽ വെറും മുജാഹിദ് ജമാഅത്ത് എഴുതിയാലോ ഓരോട് മാത്രം സലാം പറയരുത് എന്നാണ്. അതെ, അഖ്ലാഖിലെ പാഠപുസ്തകം അങ്ങനെ പോയത്തുള്ളതല്ല. നിങ്ങൾ ഈ പറഞ്ഞ ആശയൊക്കെ ഉള്ള ജാമ്യവും മാനുയായ ഇബാറത്താണ്. അന്ന് അഖ്ലാഖുള്ളത് കേട്ടോ. എന്താണ് അഖ്ലാഖിലുള്ളത്? മുജാഹിദ് ജമാഅത്ത് എന്നീ 2 കക്ഷികൾക്ക് സലാം പറയരുത് എന്നല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളെ വിശദീകരണം കൊള്ളാം. അങ്ങനെയല്ല ഉള്ളത്. പിന്നെയോ, എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മുതലായ ഏതാ മക്കളെ മുതലായത്? അത് ഖാദിയാനിയാൻ. ഏതാ മക്കളെ മുതലായത്? ചേകന്നൂരാൻ. ഏതാ മക്കളെ മുതലായത്? കള്ളത്തൊരീക്കത്താൻ. ഏതാ മക്കളെ മുതലായത്? ചേളാരികളാണ് എന്ന് പറയുന്നിടത്തേക്ക് അല്ല നമ്മളെ എത്തിക്കാതിരിക്കട്ടെ. ഏത് വന്നാലും എണ്ണാൻ പറ്റിയ കോലത്ത് തന്നെ അന്നത്തെ ഇബാറത്തുള്ളത്. തീർന്നില്ല. ഇന്ന് നിങ്ങൾ കൊടുത്ത മുബ്തദി എന്ന അറബില്ലേ, ആ അറബി ശംസുൽ ഉലമക്ക് അറിയാത്തത് കൊണ്ടല്ല. അന്ന് അതിന്റെ പച്ചമലയാളം ശംസുൽ ഉലമ കൊടുത്തത് എന്താ? പുത്തൻവാദികൾ. നിങ്ങളെ ബുക്കിൽ ഇന്ന് പറഞ്ഞ ആശയവും അതിലുണ്ട്. അതിന്റെ പുറമെ ആ ആശയത്തെ വ്യക്തമാക്കുന്ന മലയാളം അതിലുണ്ട്. അതിന്റെ പുറമെ ഒന്നുകൂടി കൃത്യമായി സാർവത്രികമായി കാണുന്ന 2 പുത്തൻവാദികളുടെ നാമവും അതിലുണ്ട്. ഒരു നിലക്കും തിരിച്ചറിയാതെ പോകാൻ നിങ്ങൾ പിന്നെ എത്തിന മൂലരെ പോലിപ്പത് മാറ്റേണ്ട ആവശ്യമോ? അത് വലിയ ആവശ്യം തന്നെയാണ്.
പള്ളിക്കൽ ബസാറിലെ വഹാബിയാക്ക് വോട്ട് കൊടുത്തുകാണ്ട് കമ്മിറ്റി കൊണ്ടെന്നാലേ എന്തുമാണോ മുന്നണി ആവുമ്പോ പ്രസിഡന്റ് തോന കക്ഷിയുള്ളവർക്കാവുമ്പോ വൈസ് പ്രസിഡന്റേലും അപ്പുറം കൊടുക്കണ്ടേ? അങ്ങനെ AP സുന്നികളെ പിണ്ടം വെക്കാൻ ജനറൽ ബോഡിയിൽ മുജാഹിദ് ജമാഅത്തിനെ കൂടി ഒന്നിച്ചിരുന്ന് മൂത്രൊഴിച്ച ഒരുപാട് മഹല്ലുണ്ട് കേരളത്തിൽ. അങ്ങനെ വരുമ്പോ പല മഹല്ലത്തിലും സെക്രട്ടറിമാര് മുജാഹിദായിട്ടുണ്ട്. എനിക്കറിയാം, എന്റെ നാട്ടിൽ വയസ്കക്കാരുടെ പള്ളിയുടെ സെക്രട്ടറിയായി ഇന്നും നിലവിലുള്ളത്. എന്റെ ജീവിതകാലത്ത് ഞാൻ ഒരു നേർച്ചച്ചോറിന്റെ വറ്റു തൊള്ളയിൽ വെച്ചിട്ടില്ല, ഇനി വെക്കുകയുമില്ല എന്ന് നിരന്തരം പറയുന്ന വഹാബിയ.